Welcome back to Learning KEAM 2024 second phase allotment in the options confirm ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ചില കുട്ടികൾക്ക് ഇപ്പൊ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ അവർക്ക് കിട്ടിയ കോളേജും കോഴ്സും അവർക്ക് ഓക്കെ ആണ്. ദെൻ അവർക്ക് കുറച്ച് ഹയർ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പോ അത് നമ്മൾ ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് കിട്ടാൻ സാധ്യതയൊന്നും ഇല്ല. എന്നാലും അങ്ങനെ കൊടുക്കുക. എന്തായാലും ഇപ്പോഴത്തെ അവർക്ക് എന്തായാലും സേഫ് ആയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. അതായത് നിങ്ങൾക്ക് കിടക്കുന്ന ഹയർ ഓപ്ഷൻസ് നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ച് കൺഫേം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ ഹയർ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇപ്പൊ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് വിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും. സെക്കൻഡ് ഫേസിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പറ്റില്ല, എനിക്ക് ഫസ്റ്റ് ഫേസിൽ തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും സേഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മതി എന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങൾ കൺഫേം ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ കിട്ടിയ കോളേജ് മതി എന്നുള്ളത്. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഇനി വേറെ കുറച്ച് പേരുണ്ട് ഈ പറഞ്ഞതുപോലെ അവര് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളൂ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയത് കൊണ്ട് ഇനി പരിഗണിക്കേണ്ട കാര്യമില്ല. എങ്കിലും ആസ് എ പ്രൊസീജിയർ നിങ്ങൾക്ക് ജസ്റ്റ് അത് കൺഫേം ചെയ്ത് പോവാം. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് പേർക്ക് പറ്റിയത് അതായത് ജസ്റ്റ് നമ്മളിപ്പോ ഈ ഓപ്ഷൻ കൺഫേം ചെയ്യേണ്ട പേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ കൺഫേം എന്നാണ്. അപ്പൊ ചിലര് അറിയാതെ പെട്ടെന്ന് ഈ കൺഫേം എന്ന് അങ്ങനെ പ്രസ് ചെയ്ത് പോകും. ഓക്കെ, പ്രസ് ചെയ്ത് അവരെ അറിയില്ല ആ ഒരു ഇത് പ്രൊസീജിയറിൽ പോകും. ദെൻ ആഫ്റ്റർ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വരുമ്പോഴാണ് അവർക്ക് പുതിയൊരു കോളേജ് മാറി വന്നു. അപ്പോഴാണ് ഇവർ ഓർക്കുന്നത് ഇവിടെ അറിയാതെ ശ്രദ്ധിക്കാതെ കൺഫേം എന്ന് കൊടുത്തുപോയി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഏതൊക്കെ കോളേജ് ആണെന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പ് വന്നു സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൺഫേം ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇനി അവിടെയുള്ള ഹയർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക, വ്യക്തമായി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. വെറുതെ ഇത് നമ്മളൊരു ഗെയിം അല്ല, നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് പുതിയ ഏത് കോളേജ് കിട്ടിയാലും അവിടെ നിങ്ങൾ പോയി ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ഫസ്റ്റ് ഫേസിൽ കിട്ടിയത് വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ കൺഫർമേഷൻ അത് സേവ് ചെയ്യുക, ഓപ്ഷൻസ് സേവ് ചെയ്യുക, ജസ്റ്റ് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. അപ്പൊ ആ കാര്യം കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് തന്നെ കൊടുത്ത ഓർഡറിൽ ചെറിയൊരു മാറ്റം വന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് സാധ്യതയുള്ള കോളേജ് കിട്ടിയില്ല എന്ന് പറഞ്ഞ മെസ്സേജ് കണ്ടു. അപ്പൊ അതേ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി, ഹയർ ഓപ്ഷൻസിൽ ഒരു പക്ഷെ ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആഗ്രഹമുള്ള കോളേജും അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സാധ്യതയുള്ള എന്നാൽ അത്ര താല്പര്യമില്ലാത്ത ചില കോളേജുകളും കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടുന്നിടത്തേക്ക് പോകേണ്ടി വരും. ഇനി മറ്റു ചിലർ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ കൺഫർമേഷൻ കൊടുക്കാതെ തേർഡ് ഫേസിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സെക്കൻഡ് ഫേസിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും പിന്നെ വരുന്ന ഒരു ഫേസ് ഓഫ് അലോട്ട്മെന്റിലും നിങ്ങൾ പരിഗണിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് സേഫ് ആയിരിക്കും. പിന്നത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് ഫേസിലേയും പോകുമോ? അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എവിടെയും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ സീറ്റ് എവിടേക്കും പോവില്ല. അത് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നിൽക്കും. സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് പുതിയത് കിട്ടിയാൽ മാത്രമാണ് ഫസ്റ്റ് ഫേസിലുള്ള അലോട്ട്മെന്റ് കോഴ്സ് ആൻഡ് കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സീറ്റ് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സീറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. റീഫണ്ടിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റീഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, അതായത് ഈ അലോട്ട് പ്രോസസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോസസിങ് ഫീ ഒഴിച്ച് ബാക്കിയുള്ളത് റീഫണ്ട് കിട്ടും. പക്ഷെ ഉടനെ തന്നെ നാളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതിന്റെ ഈ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് കിട്ടാം. പിന്നെ സീറ്റ് അത് വേക്കന്റ് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഴുവൻ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടണം എന്നില്ല. കാരണം നിങ്ങൾ കാരണം വേറൊരാളുടെ ചാൻസ് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷെ ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിന് മുന്നേ ആണ് ആ ഒരു സീറ്റ് വേറെ ഫില്ലായി പോവുകയാണെന്നുണ്ടെങ്കിൽ
ഈ പ്രോസസ്സിംഗ് ഫീ ഒഴിച്ച് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ ഫീസ് നമ്മൾ ഒരു അലോട്ട്മെന്റിൽ അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് റീഫണ്ട് കിട്ടുമെന്നുള്ള അത് തീർച്ചയായിട്ടും കിട്ടും. കാരണം നമുക്കിപ്പം ആദ്യം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സെൽഫ് ഫിനാൻസിങ്, ദാറ്റ് മീൻസ് ഏത് കോളേജ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം അല്ലെ, കോളേജിൽ പോയിട്ട്. അപ്പൊ നമ്മളിപ്പം ഏതെങ്കിലും കോളേജിൽ പോയി, ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നമ്മൾ പോയി ജോയിൻ ചെയ്തത്, നമ്മൾ അവിടെ ഫീ ഒക്കെ അടച്ചു. പിന്നീട് നമുക്ക് വരുന്ന അലോട്ട്മെന്റിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഫീസ് നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അല്ലെങ്കിൽ ആ എമൗണ്ട് ഇതിലേക്ക് അഡ്ജസ്റ്റഡ് ആയിട്ട് അത് ബാക്കിയുള്ളത് റീഫണ്ട് കിട്ടും. അപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഏത് കോളേജ് ആണെങ്കിലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ ക്ലാസ് എപ്പോൾ തുടങ്ങുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈ പ്രൊസീജിയേഴ്സ്, അതായത് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ക്ലാസ് തുടങ്ങാനാണ് സാധ്യത. പക്ഷെ കൃത്യമായ ഡേറ്റ് നമുക്ക് അറിയില്ല. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇപ്പൊ എടുത്തു വെക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ ഇപ്പൊ 19th കൂടിയൊക്കെ നമുക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെയും ലിസ്റ്റ് വരും. അപ്പൊ അത് കഴിഞ്ഞ ഒരു 2021 മുതൽ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഷെഡ്യൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാം. അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്തൊരു ഡോക്ടറിൽ നിന്ന് വേണം നിങ്ങൾക്ക് എടുക്കാൻ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പോയി നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഫസ്റ്റ് കിട്ടിയ കോളേജിലാണോ സെക്കൻഡ് കിട്ടിയ കോളേജിലാണോ ജോയിൻ ചെയ്യേണ്ടത്, അതിൽ ഒരു സംശയവും ഇല്ല. വീണ്ടും വീണ്ടും അതിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സെക്കൻഡ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റഡ് ആണ്. ഓക്കെ, അല്ലാതെ പിന്നെ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അങ്ങനെ ഒരു കാര്യമല്ല. സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രമേ പിന്നെ അവിടെ വാലിഡ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് അതോടുകൂടി അത് ക്യാൻസൽ ആവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, നിങ്ങൾ കൺഫേം ചെയ്യുക. കാരണം ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ എന്തായാലും കടന്നു പോവുക. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് ഓക്കെ ആണെങ്കിലും ഇപ്പൊ കിട്ടിയത് ഓക്കെ അല്ലെങ്കിലും പിന്നെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടാത്തവർക്കും സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ കിട്ടും. ഓക്കെ, അപ്പൊ ആ കൺഫേം ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിടക്കുന്നുണ്ടോ, അത് വേണോ, അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് വേണ്ടത് മാത്രം ചെയ്ത് നിങ്ങൾ അത് സേവ് ചെയ്ത് വെക്കുക. അപ്പൊ സേഫ് ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.